ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ക്രോഷ്യ സീരീസിൻ്റെ ഫസ്റ്റ് എപ്പിസോഡാണിത്. അപ്പോൾ നമ്മളൊരു ബാഗാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ബാഗിനായിട്ട് നമുക്ക് കുറച്ച് ഗ്രാനി സ്ക്വയേഴ്സ് വേണം. അപ്പം ഇങ്ങനത്തെ സ്ക്വയേഴ്സിനെയാണ് നമ്മൾ ഗ്രാനി സ്ക്വയേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഈ വീഡിയോയിൽ സെൻറ്ററിൽ ഹാർട്ട് വരുന്ന ഗ്രാനി സ്ക്വയർ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. നമുക്കിത് ചെയ്യാനായിട്ട് മെയിനായിട്ട് രണ്ട് സാധനങ്ങളാണ് വേണ്ടത്. ഒന്ന് ഒരു നൂലും പിന്നെ അറ്റം വളഞ്ഞിരിക്കുന്ന ഒരു സൂചിയും. ഈ സൂചിനെ നമ്മൾ ചെറിയ സൂചി, ക്രോഷ്യ സൂചി എന്നൊക്കെ വിളിക്കാറുണ്ട്. അപ്പം നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഹാർട്ടാണ്. നമ്മൾ ഫസ്റ്റ് നൂലിങ്ങനെ പിടിക്കുക. എന്നിട്ട് നമ്മളൊരു ലൂപ്പാണ് ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നൂല് രണ്ട് കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് അറ്റം വളച്ചെടുത്ത് അപ്പം നമുക്കവിടെ ഒരു ലൂപ്പ് കിട്ടും, ഒരു ചെറിയൊരു റൗണ്ട് പോലെ. അതിനകത്തോട്ട് ഈ നൂലിൻ്റെ അറ്റം കയറ്റി മുറുക്കുക. ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ ലൂപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇതാണ് ഈ ഒരു ഇതിലൂടെയാണ് നമ്മളിത് തുടങ്ങുന്നത്. പിന്നെ ഈ സൂചി അതിലോട്ട് കയറ്റി അറ്റം മുറുക്കുകയാണെങ്കിൽ നന്നായിട്ട് മുറുകി വരും. അടുത്തതായിട്ട് നമ്മൾ 4 സ്റ്റിച്ച് ചെയ്യണം. ഞാനിപ്പോൾ ചെയ്ത പോലെ 4 സ്റ്റിച്ചസ് നമ്മൾ അടുപ്പിച്ചടുപ്പിച്ച് ചെയ്യണം. 4 എണ്ണം ചെയ്ത് കഴിഞ്ഞാൽ അവസാനത്തേതും ആദ്യത്തേതുമായിട്ട് നമുക്ക് യോജിപ്പിക്കണം. ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്താണ് നമ്മളത് ജോയിൻ ചെയ്യുന്നത്. ഇപ്പം നമുക്കൊരു ലൂപ്പ് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ സെൻറ്ററിൽ നമുക്ക് നോക്കിയാൽ കാണാം, ആ ലൂപ്പ് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ആ റൗണ്ടാണ് നമ്മുടെ ലൂപ്പ്. നമ്മൾ ഇനിയും ഒരു ഡബിൾ ക്രോഷ്യാണ് ചെയ്യാൻ പോകുന്നത്. ഡബിൾ ക്രോഷ്യ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വീഡിയോയിൽ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞു. ഇതുപോലെ 11 ഡബിൾ ക്രോഷ്യയും കൂടി നമ്മൾ ചെയ്യണം. ടോട്ടൽ 12 ഡബിൾ ക്രോഷ്യേഴ്സ് ആണ് ചെയ്യേണ്ടത്. നമ്മൾ നേരത്തെ കണ്ട ആ ലൂപ്പിലാണ് ഈ ഡബിൾ ക്രോഷ്യ എല്ലാം നമ്മൾ ചെയ്യുന്നത്. ഇപ്പം ഞാൻ 12 ഡബിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ലാസ്റ്റ് ഡബിൾ ക്രോഷ്യയും ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ ആയിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്യണം. നമ്മുടെ ഹാർട്ടിൻ്റെ നടുക്കുള്ള റൗണ്ട് റെഡിയായി. ഇനി നമ്മൾ അടുത്ത 2 സ്റ്റിച്ചസ് സ്കിപ്പ് ചെയ്തിട്ട് തേർഡ് സ്റ്റിച്ചിൽ ഒരു ട്രിപ്പിൾ ക്രോഷ്യയാണ് ചെയ്യേണ്ടത്. വീഡിയോയിലൂടെ നമുക്ക് ട്രിപ്പിൾ ക്രോഷ്യ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണാൻ സാധിക്കും. തേർഡ് സ്റ്റിച്ചിലാണ് ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യേണ്ടത്. അതേ സ്റ്റിച്ചിൽ തന്നെ നമ്മൾ 7 ട്രിപ്പിൾ ക്രോഷ്യയും കൂടെ ചെയ്യണം. ടോട്ടൽ 8 ട്രിപ്പിൾ ക്രോഷ്യയാണ് ഒരു സ്റ്റിച്ചിൽ നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ 8 ട്രിപ്പിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തതായിട്ട് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യണം. അടുത്ത സ്റ്റിച്ചിൽ നമ്മൾ ഡബിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത്. അടുത്ത സ്റ്റിച്ചിൽ നമ്മളൊരു ഡബിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത്. അടുത്ത സ്റ്റിച്ചിൽ നമ്മളൊരു ഡബിൾ ക്രോഷ്യയും ട്രിപ്പിൾ ക്രോഷ്യയും ഒരുമിച്ചാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ ചെയ്തിട്ട് അടുത്തത് ഒരു ട്രിപ്പിൾ ക്രോഷ്യയും കൂടെ അതേ സ്റ്റിച്ചിൽ ചെയ്യണം. നെക്സ്റ്റ് നമ്മളൊരു ചെയിനാണ് ചെയ്യുന്നത്. ഇതായിരിക്കും ഹാർട്ടിൻ്റെ ബോട്ടം പോർഷൻ. അടുത്ത സ്റ്റിച്ചിൽ ട്രിപ്പിൾ ക്രോഷ്യയാണ് ചെയ്യേണ്ടത്. അതേ സ്റ്റിച്ചിൽ തന്നെ ഒരു ഡബിൾ ക്രോഷ്യയും കൂടെ ചെയ്യണം. നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുവാണ്. അടുത്തതായിട്ട് അടുത്ത സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷ്യയും കൂടെ ചെയ്യണം. അടുത്ത സ്റ്റിച്ചിലും ഡബിൾ ക്രോഷ്യ തന്നെയാണ് ചെയ്യുന്നത്. അടുത്ത സ്റ്റിച്ചിൽ നമ്മളൊരു ട്രിപ്പിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത്.
അതേ സ്റ്റിച്ചിൽ തന്നെ 7 ട്രിപ്പിൾ ക്രോഷയും കൂടെ ചെയ്യണം. ടോട്ടൽ ആ സ്റ്റിച്ചിൽ നമ്മൾ 8 ട്രിപ്പിൾ ക്രോഷയാണ് ചെയ്യുന്നത്. ഹേർട്ടിൻ്റെ അടുത്ത സൈഡാണിത്. എട്ട് ട്രിപ്പിൾ ക്രോഷേ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മൾ സെൻറ്റർ സ്റ്റിച്ചിലൂടെ ഒരു സ്ലിപ്പ് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്ത് നമ്മൾ ഈ ഹേർട്ട് ക്ലോസ് ചെയ്യുവാണ്. ഇനി ആ നൂല് നമ്മൾ നന്നായിട്ട് വലിച്ച് അത് കട്ട് ചെയ്യുക. കട്ട് ചെയ്ത് കഴിഞ്ഞ് നൂല് നന്നായിട്ട് വലിച്ച് ടൈറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഹേർട്ട് റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് ഈ ഹേർട്ട് ഒരു സ്ക്വയർ പോലെ ആക്കണം. അതിനു വേണ്ടി നമ്മൾ ബോർഡർ സ്റ്റിച്ച് ചെയ്യണം. അതിനായിട്ട് ഞാനിവിടെ ബ്ലാക്ക് നൂലാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നേരത്തെ ഹേർട്ട് ചെയ്യുന്നതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ലൂപ്പ് ചെയ്തായിരുന്നു. അതേ ലൂപ്പ് തന്നെ ഇവിടെയും ചെയ്യണം. നമ്മുടെ സ്റ്റാർട്ടിങ് സ്റ്റിച്ചാണിത്. അപ്പോൾ ഞാനിവിടെ ലൂപ്പ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ലൂപ്പ് ചെയ്ത് കഴിഞ്ഞ് നമുക്കത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ഹേർട്ട് എടുത്തിട്ട് സെൻറ്ററിൽ നിന്ന് 4th സ്റ്റിച്ചിലോട്ട് നമ്മുടെ നീഡിൽ ഇൻസേർട്ട് ചെയ്യുക. പിന്നെ നമ്മൾ ലൂപ്പും കൂടെ അതിൽ ഇൻസേർട്ട് ചെയ്ത് നന്നായിട്ട് ടൈറ്റ് ചെയ്യുക. ഇനി നമ്മളത് വലിച്ചു കൊടുക്കുക. അങ്ങനെ ആ ഒരു നൂലും ഹേർട്ടും കൂടെ നമ്മൾ ജോയിൻ ചെയ്തു. ഇനി നമ്മൾ 3 സ്റ്റിച്ച് ചെയ്യണം, 3 ചെയിൻ ചെയ്യണം. ഇത് നമ്മൾ ഫസ്റ്റ് ഡബിൾ ക്രോഷേ ആയിട്ട് കൺസിഡർ ചെയ്യും. അതേ ചെയിനിൽ തന്നെ നമ്മൾ ഒരു ഡബിൾ ക്രോഷയും കൂടെ ചെയ്യണം. അങ്ങനെ ഒരു സ്റ്റിച്ചിൽ 2 ഡബിൾ ക്രോഷേ നമ്മൾ ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. അടുത്ത സ്റ്റിച്ചിൽ നമ്മളൊരു ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യണം. ഹാഫ് ഡബിൾ ക്രോഷേ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വീഡിയോയിൽ കാണാൻ സാധിക്കും. അടുത്തതായിട്ട് നമ്മളൊരു സിംഗിൾ ക്രോഷേ ചെയ്യണം. അടുത്ത സ്റ്റിച്ചിൽ നമ്മളൊരു ഹാഫ് ഡബിൾ ക്രോഷേ ആണ് ചെയ്യുന്നത്. വളരെ ശ്രദ്ധിച്ച് വേണം നമ്മൾ ചെയ്യാൻ. വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ ചെയ്യണം, ഇല്ലെങ്കിൽ നമുക്ക് തെറ്റിപ്പോകും. അടുത്ത സ്റ്റിച്ചിൽ നമ്മൾ ഒരു ഡബിൾ ക്രോഷേ ആണ് ചെയ്യുന്നത്. അടുത്ത സ്റ്റിച്ചിൽ നമ്മളൊരു ട്രിപ്പിൾ ക്രോഷേ ആണ് ചെയ്യുന്നത്. ട്രിപ്പിൾ ക്രോഷേ എങ്ങനെയാണ് ചെയ്യുന്നത് വളരെയധികം ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. നമ്മൾ 3 പ്രാവശ്യം നൂല് വലിച്ചെടുക്കുന്നതിനെയാണ് ട്രിപ്പിൾ ക്രോഷേ എന്ന് പറയുന്നത്. ഡബിൾ ക്രോഷേ ആണെങ്കിൽ നമ്മൾ 2 പ്രാവശ്യമാണ്. ഇപ്പോൾ ഞാൻ ഒരു ട്രിപ്പിൾ ക്രോഷേ ചെയ്ത് കഴിഞ്ഞു. അടുത്ത സ്റ്റിച്ചിൽ ഒരു ട്രിപ്പിൾ ക്രോഷേയും കൂടെ ചെയ്യണം. അതേ സ്റ്റിച്ചിൽ തന്നെ ഒരു ട്രിപ്പിൾ ക്രോഷേയും കൂടെ ചെയ്യണം. ട്രിപ്പിൾ ക്രോഷേ ചെയ്ത് കഴിഞ്ഞാൽ 2 ചെയിൻ നമ്മൾ ചെയ്യണം. അതേ സ്റ്റിച്ചിൽ തന്നെ 2 ട്രിപ്പിൾ ക്രോഷേയും കൂടെ ചെയ്യണം. നമ്മുടെ ഗ്രാനി സ്ക്വയറിൻ്റെ ബോട്ടം ലെഫ്റ്റ് കോർണറാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. 2 ട്രിപ്പിൾ ക്രോഷേയും കൂടെ ചെയ്ത് കഴിയുമ്പം അത് കംപ്ലീറ്റ് ആകും. ഇപ്പോൾ നമ്മുടെ ബോട്ടം ലെഫ്റ്റ് കോർണർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്ത സ്റ്റിച്ചിൽ നമ്മളൊരു ഡബിൾ ക്രോഷേ ആണ് ചെയ്യുന്നത്. അടുത്ത സ്റ്റിച്ചിൽ ഒരു ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യണം. നമ്മുടെ ഹേർട്ടിൻ്റെ ബോട്ടം സ്റ്റിച്ചിൽ നമ്മളൊരു സിംഗിൾ ക്രോഷേ ആണ് ചെയ്യുന്നത്. നമ്മൾ ഇത്രയും നേരം ചെയ്ത സ്റ്റെപ്സ് അടുത്ത സൈഡിൽ റിവേഴ്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്.
അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യണം. അടുത്ത സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യണം. നമ്മൾ നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്സ് റിപ്പീറ്റ് ചെയ്യുക. അടുത്ത സ്റ്റിച്ചിൽ നമ്മൾ 2 ട്രിപ്പിൾ ക്രോഷ്യ ആണ് ചെയ്യുന്നത്. ട്രിപ്പിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞ് 2 ചെയിൻ ചെയ്യുക. അതേ സ്റ്റിച്ചിൽ തന്നെ 2 ട്രിപ്പിൾ ക്രോഷ്യയും കൂടെ ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ബോട്ടം റൈറ്റ് കോർണർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത സ്റ്റിച്ചിൽ ഒരു ട്രിപ്പിൾ ക്രോഷ്യയും കൂടെ ചെയ്യുക. അടുത്ത സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. അടുത്ത സ്റ്റിച്ചിൽ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുക. അടുത്ത സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക. അടുത്ത സ്റ്റിച്ചിൽ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുക. അടുത്ത സ്റ്റിച്ചിൽ 2 ഡബിൾ ക്രോഷ്യ ഒരുമിച്ച് ചെയ്യുക. ഫസ്റ്റ് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. അതേ സ്റ്റിച്ചിൽ തന്നെ ഒരു ഡബിൾ ക്രോഷ്യയും കൂടെ ചെയ്യുക. ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ 2 ചെയിൻ ചെയ്യുക. അതേ സ്റ്റിച്ചിൽ തന്നെ 2 ഡബിൾ ക്രോഷ്യയും കൂടെ ചെയ്യുക. ഇത് നമ്മുടെ ടോപ്പ് റൈറ്റ് കോർണർ ആണ്. അടുത്ത സ്റ്റിച്ചിൽ നമ്മളൊരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുക. അടുത്ത 2 സ്റ്റിച്ചിൽ നമ്മൾ 2 ഹാഫ് ഡബിൾ ക്രോഷ്യ അടുപ്പിച്ചാണ് ചെയ്യുന്നത്. അത് നമ്മൾ വീഡിയോയിൽ നോക്കി വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. നമ്മുടെ അടുത്ത സ്റ്റിച്ച് ഹാർട്ടിൻ്റെ സെൻറ്റർ പോർഷനാണ്. അപ്പം അവിടെ നമ്മളൊരു ട്രിപ്പിൾ ക്രോഷ്യ ആണ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ 2 ഹാഫ് ഡബിൾ ക്രോഷ്യ അടുപ്പിച്ച് ചെയ്യുക. നേരത്തെ ചെയ്ത പോലെ തന്നെ. ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അടുത്ത ഡബിൾ ക്രോഷ്യ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അങ്ങനെയാണ് 2 ഡബിൾ ക്രോഷ്യ ഹാഫ് ഡബിൾ ക്രോഷ്യ അടുപ്പിച്ച് ചെയ്യുന്നത്. അടുത്ത സ്റ്റിച്ച് നമ്മൾ ആദ്യം ചെയ്ത സ്റ്റിച്ച് തന്നെയാണ്. അവിടെ നമ്മൾ 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഇത് നമ്മുടെ ടോപ്പ് ലെഫ്റ്റ് കോർണർ ആണ്. 2 ഡബിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞാൽ 2 ചെയിൻ ചെയ്യുക. നമ്മുടെ ലാസ്റ്റ് സ്റ്റിച്ചുമായിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്യുക. ഇപ്പം നമ്മുടെ ഗ്രാനി സ്ക്വയറിൻ്റെ ഫസ്റ്റ് സ്ക്വയർ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. നമ്മളിത് കുറച്ചുകൂടെ വലുതാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് 3 ചെയിൻ ചെയ്യണം. ഇത് നമ്മുടെ ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ ആയിട്ട് കൺസിഡർ ചെയ്യും. അതേ ചെയിനിൽ തന്നെ നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യയും കൂടെ ചെയ്യണം. അടുത്തതായിട്ട് നമുക്ക് 9 സ്റ്റിച്ചസ് ഉണ്ട്. അപ്പോൾ ഈ 9 സ്റ്റിച്ചിൽ നമ്മൾ സിംഗിൾ ഡബിൾ ക്രോഷ്യ വീതം ചെയ്യണം.
അടുത്തത് കോർണർ പോയിന്റ് ആണ്. അപ്പം കോർണർ പോയിന്റിൽ നമ്മൾ 2 ഡബിൾ ക്രോഷ്യ ചെയ്യണം. സെയിം സ്റ്റിച്ച് തന്നെ 2 ഡബിൾ ക്രോഷ്യ ചെയ്യണം. 2 ഡബിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞാൽ 2 ചെയിൻ ചെയ്യണം. എന്നിട്ട് 2 ഡബിൾ ക്രോഷ്യയും കൂടെ ചെയ്യണം. കോർണർ പോയിന്റ്സിൽ നമ്മളെപ്പോഴും 2 ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ, 2 ഡബിൾ ക്രോഷ്യ അങ്ങനെ വേണം കംപ്ലീറ്റ് ചെയ്യാൻ. അടുത്ത 9 സ്റ്റിച്ചസിൽ നമ്മൾ 9 ഡബിൾ ക്രോഷ്യ വീതം ചെയ്യണം. അടുത്ത കോർണർ പോയിന്റിൽ നമ്മൾ വീണ്ടും 2 ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ, 2 ഡബിൾ ക്രോഷ്യ വീതം റിപ്പീറ്റ് ചെയ്യണം. കോർണേഴ്സ് എപ്പോഴും നമ്മൾ ഫില്ല് ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും. എല്ലാ കോർണേഴ്സും ഇങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. കോർണേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നത് 9 സ്റ്റിച്ചസിൽ നമ്മൾ 9 ഡബിൾ ക്രോഷ്യ വീതം ചെയ്യണം. ഇത് നമ്മുടെ ടോപ്പ് റൈറ്റ് കോർണർ ആണ്. ഈ കോർണർ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫില്ല് ചെയ്യണം. 2 ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ, 2 ഡബിൾ ക്രോഷ്യ. അത് കഴിഞ്ഞ് വരുന്ന 9 സ്റ്റിച്ചസിൽ 9 ഡബിൾ ക്രോഷ്യ വീതം ഫില്ല് ചെയ്യണം. അടുത്തതായിട്ട് നമ്മുടെ ടോപ്പ് ലെഫ്റ്റ് കോർണർ ആണ്. ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ നമ്മൾ ഓൾറെഡി 2 ഡബിൾ ക്രോഷ്യ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇനിയും 2 ഡബിൾ ക്രോഷ്യയും 2 ചെയിനും മാത്രം ചെയ്താൽ മതി. ഇനി നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഗ്രാനി സ്ക്വയർ കുറച്ചുകൂടെ വലുതായിട്ടുണ്ട്. ഞാനിത് ഒരു സ്റ്റെപ്പും കൂടെ ചെയ്ത് കുറച്ചുകൂടെ വലുതാക്കുവാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് 3 സ്റ്റിച്ച് ചെയ്യാം, 3 ചെയിൻ ചെയ്യാം. അതേ ചെയിനിൽ തന്നെ ഒരു ഡബിൾ ക്രോഷ്യയും കൂടെ ചെയ്യുക. അടുത്തതായിട്ട് വരുന്ന എല്ലാ ചെയിൻസിലും സിംഗിൾ ഡബിൾ ക്രോഷ്യ വീതം നമ്മൾ ഫില്ല് ചെയ്യണം. നമ്മുടെ ലെഫ്റ്റ് സൈഡ് നമ്മൾ അങ്ങനെ കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ ബോട്ടം ലെഫ്റ്റ് കോർണറിൽ നമ്മൾ നേരത്തെ കോർണേഴ്സ് എങ്ങനെയാണോ ഫില്ല് ചെയ്യുന്നത് അതുപോലെ തന്നെ ഫില്ല് ചെയ്യുക. ഇതാണ് നമ്മുടെ ബോട്ടം ലെഫ്റ്റ് കോർണർ. ഈ കോർണറിൽ 2 ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ, 2 ഡബിൾ ക്രോഷ്യ വീതം ഫില്ല് ചെയ്യണം. പിന്നെ ഓരോ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്യണം. ഇത് നമ്മുടെ ബോട്ടം റൈറ്റ് കോർണർ ആണ്. ഈ കോർണറും നമ്മൾ നേരത്തെ കോർണർ ഫില്ല് ചെയ്ത പോലെ തന്നെ 2 ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ, 2 ഡബിൾ ക്രോഷ്യ വീതം ചെയ്യണം. പിന്നെ ഓരോ സ്റ്റിച്ചിലും ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്യണം. പിന്നെ ടോപ്പ് റൈറ്റ് കോർണറിൽ പിന്നെയും കോർണർ ഫില്ല് ചെയ്യുന്ന പോലെ തന്നെ ചെയ്യണം. 2 ഡബിൾ ക്രോഷ്യ, 2 ചെയിൻ, 2 ഡബിൾ ക്രോഷ്യ. പിന്നെ ഓരോ ഡബിൾ ക്രോഷ്യ വീതം സ്റ്റിച്ചസ് ഫില്ല് ചെയ്തിട്ട് നമ്മൾ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്യണം. അപ്പോൾ ഇവിടെ ഞാനൊരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്യാൻ പോവുകയാണ്. അതിനായിട്ട് നമ്മൾ 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക, പിന്നെ 2 ചെയിൻ ചെയ്യുക, ലാസ്റ്റ് സ്റ്റിച്ചുമായിട്ട് ജോയിൻ ചെയ്യുക, സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്യുക. അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റിച്ച്, ഫസ്റ്റ് ഡബിൾ ക്രോഷ്യം. അതും ലാസ്റ്റ് ഡബിൾ ക്രോഷ്യം നമ്മൾ ജോയിൻ ചെയ്തു. അങ്ങനെ നമ്മുടെ ഗ്രാനി സ്ക്വയർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു ഗ്രാനി സ്ക്വയർ ചെയ്യുന്നത്. ഒരു ബാഗ് ചെയ്യണമെങ്കിൽ നമുക്ക് 18 സ്ക്വയേഴ്സ് ആണ് വേണ്ടത് ഇങ്ങനത്തെ. അപ്പോൾ അങ്ങനെ 18 സ്ക്വയേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് ജോയിൻ ചെയ്ത് നമുക്ക് ബാഗ് ആക്കാൻ സാധിക്കും. ഈ വീഡിയോയിൽ ഞാൻ ഒരു സ്ക്വയർ എങ്ങനെയാണ് ചെയ്യുന്നതാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. അടുത്ത വീഡിയോയിൽ ബാഗ് ചെയ്യുന്നത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ബാഗ് ചെയ്യുന്ന വീഡിയോ കിട്ടണമെങ്കിൽ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.